ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചെടി ഇവിടെ ആദ്യമായിട്ടാണ് പൂവിട്ടിരിക്കുന്നത്. ഇത് ലില്ലി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പേര് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ലില്ലി തന്നെയാണ്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇത് ലില്ലി തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ സന്തോഷത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു ചെടിയാണ്. അത് പൂവിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് മൊട്ടിട്ടപ്പോൾ മുതൽ ഞാനും എൻ്റെ മോളും നോക്കിക്കൊണ്ടിരിക്കും അത് വളർന്നോ, അത് എത്രയായി എന്നുള്ളതൊക്കെ. അതിൻ്റെ പൂവിൻ്റെ ആ ഒരു ആകൃതി തന്നെ വേറെയാണ്. അതൊരു സ്റ്റെമ്മിലാണ്, നീണ്ടു വന്നൊരു സ്റ്റെമ്മിലാണ് അത് പൂവിട്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര കൗതുകം തോന്നി. ഞങ്ങൾ ഇങ്ങനത്തെ ചെടിയൊന്നും വെച്ചിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂമിൽ നല്ല രീതിയിൽ കൊതുകുള്ളതുകൊണ്ട് നെറ്റൊക്കെ ഇട്ട് സേഫായിട്ടാണ് രാത്രി കിടക്കുന്നത്. അപ്പോൾ കിച്ചണിൽ കയറാമെന്ന് കരുതി പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ മഴയാണ്. ഇവിടെ ഭയങ്കര മഴയാണല്ലോ അല്ലേ എല്ലാവിടെയും. അപ്പോൾ ഉണങ്ങാനിട്ട ഡ്രസ്സുകൾ ഉണങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഉണങ്ങിയ ഡ്രസ്സൊക്കെ നോക്കി മാറ്റുന്നുണ്ട്. ഉണങ്ങാത്ത ഡ്രസ്സ് അവിടെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഉണങ്ങിയ ഡ്രസ്സ് മാറ്റിയാലേ പുതിയത് അലക്കിയിടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഉണങ്ങാത്ത ഡ്രസ്സുകൾ ഫാനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിരിച്ചിടും. ഇപ്പോൾ എല്ലാ വീടുകളിലും പ്രധാന പ്രശ്നം തുണികൾ ഉണങ്ങാത്ത തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ഞാനും ഇക്കയൊക്കെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. മോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. പിന്നെ മോൾ എണീറ്റപ്പോൾ അവൾക്കുള്ള ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നട്ട്സും കുറച്ചൊക്കെ കൊടുത്തു, മക്കൾക്കും കൊടുത്ത് ഞാനും കഴിച്ചു. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് മോളെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. സ്കൂളിലേക്ക് വിടാനും തോന്നിയില്ല. ഇന്നിപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ റീസ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പെട്ടെന്നായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക, അത് നിറച്ച് വെക്കാനായിട്ട് മറക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ. അപ്പോൾ ആട്ടി വെച്ച വെളിച്ചെണ്ണയാണ് ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞു പോകുന്ന സാധനങ്ങൾ നിറച്ച് വെക്കാനായിട്ട് ഭയങ്കര മടിയാണ്, എന്താണെന്നറിയില്ല. യൂസ് ചെയ്യും വേണം, ഫില്ല് ചെയ്ത് വെക്കാനും പറ്റില്ല എന്നുള്ള ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ താഴെ പോയ വെളിച്ചെണ്ണയൊക്കെ എപ്പോഴും ഞാനിങ്ങനെ മുടിയിൽ തേക്കാറുണ്ട്. അപ്പോൾ മോൾക്കും കുറച്ച് തേച്ച് കൊടുത്തു. അതാകുമ്പോൾ അപ്പോൾ വേസ്റ്റായിട്ട് പോവില്ല. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് മൈൻഡുള്ളവരുടെ രീതികളാണല്ലോ അല്ലേ ഇങ്ങനെയുള്ളതൊക്കെ. ഇതിപ്പോൾ പണ്ട് മുതൽ ഉമ്മ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഇപ്പം ഞാനും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ മിഡിൽ ക്ലാസ് മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ വളർന്നു വന്ന രീതിയും സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വേസ്റ്റ് ചെയ്യാനായിട്ട് തോന്നില്ല. അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ കൂടി അതുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാവും. അതെത്ര പഴകിയാലും അതെത്ര കീറിയാലും അത് നമുക്ക് കളയാനായിട്ട് തോന്നില്ല. പല റീയൂസബിൾ ആയിട്ടുള്ള ഐഡിയാസായിരിക്കും നമ്മുടെ മനസ്സിലായിട്ട് വരിക. നമുക്ക് തുടയ്ക്കുന്ന തുണിയായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചവിട്ടിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അല്ലേ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. അതുപോലെ കളയാതെ നമ്മൾ മാക്സിമം ഒരു തുണിയാണെങ്കിൽ പോലും അതിനെ മാക്സിമം ഉപയോഗിച്ചിട്ടേ നമ്മൾ മാറ്റി വയ്ക്കാറുള്ളൂ. അത് ഈ മിഡിൽ ക്ലാസ് ലെവലിൽ ജീവിച്ചവർക്കേ അത് മനസ്സിലാവും. ഇപ്പോൾ പണക്കാരി എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരുടെ വീട്ടിലെ ജീവിതം എങ്ങനെയാണോ അതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്നും വീഡിയോയിൽ പറയുന്നതാണ്. ഇന്നും ഞാനതൊരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്. പറയാൻ പറ്റില്ല, എൻ്റെ വീഡിയോയിൽ സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങൾ കേട്ട് കണ്ട് പരിചയം ഉണ്ടാവും. എന്നാലും പുതുതായിട്ട് ആരെങ്കിലും വരുന്നവർക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ പഴം വാട്ടിയതാണ് മക്കൾക്ക് കൊടുക്കുന്നത്. ദോശമാവ് ഉണ്ടായിരുന്നു, പക്ഷെ ദോശ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പഴം ഉള്ളതുകൊണ്ട് പഴവും മുട്ടയും കൂടെ പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. മക്കൾക്കത് ഇഷ്ടമാണ്, അവരത് ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് തട്ടിക്കൂട്ടി പോകുന്നത്. ഇക്കാക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു, ദോശയും കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ആ ഒരു സമയത്ത് ചായയും ദോശയും കൂടി കഴിച്ചതുകൊണ്ട് എനിക്കും വലിയ കാര്യമായിട്ട് വിശപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കളുടെ കൂടെ ഞാനും കുറച്ച് പഴം വാട്ടിയതെടുത്ത് കഴിച്ചു. അപ്പോൾ ഈ പാത്രം മാറ്റി കളിക്കുന്നത് വേറൊന്നുമല്ല, ഞാൻ എടുത്തിരിക്കുന്ന ബൗള് അവൻ സ്നാക്സ് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവൻ്റെ എടുത്തപ്പോൾ അവനിക്കത് വേണമെന്നായി. പിന്നെ അതിൽ കുറവാണ്, പഴം വാട്ടിയത് കുറവാണ് എന്ന് കണ്ടപ്പോൾ അതെനിക്ക് തിരിച്ചു തന്നെ തന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓരോന്നും മിണ്ടിയും പറഞ്ഞൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കഴിക്കുന്ന സമയത്ത് മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ചില സമയത്ത് എനിക്ക് തോന്നും ഒറ്റയ്ക്ക് ഇരിക്കണം, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം, അങ്ങനെയൊക്കെ ആ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ തോന്നും, ഒറ്റയ്ക്ക് കഴിച്ചാൽ മതി, സമാധാനത്തോടെ കഴിക്കുക,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നും. ചില സമയത്ത് എല്ലാവരുടെയും കൂടി ഇരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇക്കാൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കുക എന്നുള്ള ചിന്തയായിരിക്കും. അങ്ങനെ പലതരം ചിന്തകളാണ് മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ തലയിൽ ഇതെന്താ ഗോപുരമാണോ എന്ന് വിചാരിക്കേണ്ട, ഞാനത് മുടി മൊത്തത്തിൽ പൊക്കി കിട്ടിയപ്പോൾ അതിങ്ങനെ ആയിപ്പോയതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. കാലത്തുള്ള പാത്രങ്ങളൊക്കെയാണ് സിങ്കിൽ കഴുകാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള അരി ഒന്ന് കഴുകിയിട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം, നമ്മളുടെ ചാനൽ 800 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. ഓരോ വളർച്ചയും ഓരോ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുമ്പോഴും ഞാൻ ഒത്തിരി സന്തോഷിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. എപ്പോഴും കൂടെയുള്ളവർ ഒരുപാട് നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ആ ഒരു സന്തോഷം നന്ദിയിലൂടെയെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലി ഒരുപാട് വലുതാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കുറേശ്ശെ ആയിട്ടാണെങ്കിലും മുന്നേറി വരട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ. പാലക്കാടാണ് എൻ്റെ വീട്. പാലക്കാട് ആലത്തൂരാണ് എൻ്റെ വീടുള്ളത്. പാലക്കാടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയാം കേട്ടോ, സ്ഥലം എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. പിന്നെ കിച്ചണിലെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ഇവനെ ഉറക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവൻ്റെ ഉറക്കം തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കരഞ്ഞിട്ട് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ് ഉറക്കാമെന്ന് വിചാരിച്ചാൽ അവനെ ഉറക്കാനും തോന്നില്ല. വല്ലാത്തൊരു മിസ്സിങ് പോലെ ഇങ്ങനെ തോന്നും, ഉറക്കണോ വേണ്ടയോ എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ എന്തായാലും ഉറക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ ഉറക്കി. ആ ഒരു സമയം കൊണ്ട് മോള് കളിക്കുന്നുണ്ടായിരുന്നു. പുതിയ കിച്ചൺ സെറ്റൊക്കെ വാപ്പ മേടിച്ചു കൊടുത്തപ്പോൾ അതിലവളിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലെ വർക്കൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഉപ്പേരിയാണ് വെച്ചത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടിയിട്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇടയിലിടയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ മോള് സ്നാക്സിന് വേണ്ടി വന്നപ്പോൾ അതും എടുത്തു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ പാത്രങ്ങൾ തകൃതിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ടൈം ലാപ്സിൽ വെച്ചത് എഡിറ്റിങ്ങിൻ്റെ ആ ഒരു സ്പീഡ് കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെ ഉപ്പും കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റൊക്കെ വലിയ കാര്യത്തിൽ ഉപ്പേരിയൊക്കെ താളിച്ച് കൂട്ടി. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ വേഗം ഉപ്പ് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അതങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് ഉപ്പേരിയിൽ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറി തലേ ദിവസത്തെ മത്തി മുളകിട്ട കറി ഉണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന മത്തികളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കറി വെച്ചാലും വറുത്താലും ഒക്കെ ഭയങ്കര ടേസ്റ്റാണല്ലേ. ഇപ്പോൾ കിട്ടുന്ന മീനുകളിൽ മിക്കതിലും പനഞ്ഞലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കിട്ടിയത്. അപ്പോൾ ഞാനിത് ഇതുപോലെ മുളകിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ്. ചോറിന് വേറെ ഒന്നും വേണ്ട, ആ കറിൻ്റെ ചാറ് മാത്രം മതി. നല്ല ടേസ്റ്റിൽ ഊണ് കഴിക്കാം. പിന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതും മോനും പിന്നാലെ എണിച്ച് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തുടച്ച് ഫ്രഷായി വന്ന് അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. മോനെ ചെറുതായിട്ട് ചിണുങ്ങലുണ്ട്. അവനെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. മോള് മീൻ കഴിക്കില്ല. മീൻ അവൾക്ക് ഇഷ്ടമല്ല. ചില സമയത്തൊക്കെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും. ഇന്നിപ്പോൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഉപ്പേരി ഫുള്ളായിട്ട് കഴിക്കണം എന്നുള്ള കണ്ടീഷനോടെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ഇന്നും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.